പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ വർഷം പുതിയ ബുക്കാണ് പഠിക്കാനുള്ളതല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? പുതിയ ബുക്കാണ് നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടിയിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ബുക്കാണ്. നന്നായിട്ട് വായിച്ച് പഠിക്കുക. ഇതിൽ നമുക്ക് ഫസ്റ്റ് തന്നെ പഠിക്കാനുള്ളത് പ്യാർ. പ്യാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹം. അതായത് നമ്മൾ സ്നേഹമുള്ളവരായിരിക്കണം, എല്ലാവരെയും സ്നേഹിക്കാൻ മനസ്സുള്ളവരായിരിക്കണം എന്നാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. സ്നേഹമുള്ളവരും എല്ലാവരെയും സ്നേഹിക്കാൻ മനസ്സുള്ളവരും എല്ലാവർക്കും സ്നേഹം കൊടുക്കാൻ കഴിയുന്നവരായിരിക്കണം നമ്മൾ. അങ്ങനെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ നാം നമ്മെ തന്നെ സ്നേഹിക്കണം ആദ്യം, അല്ലേ? നാം ആദ്യം നമ്മെ തന്നെ സ്നേഹിക്കണം. അപ്പോഴാണ് നമുക്ക് ആ സ്നേഹം എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. ഇതൊരു കവിതയാണ് പഠിക്കാനുള്ളത്. ശോഭനാഥ് യാദവിൻ്റെ ഒരു കവിതയാണ് ഇവിടെ പഠിക്കാനുള്ളത്. ആരാണ് എഴുതിയിരിക്കുന്നത്? ശോഭനാഥ് യാദവ്. കവിതയുടെ പേരെന്താണ്? ഖുദ് സേ പ്യാർ. അക്ഷരം അറിയാത്ത മക്കളൊന്നും ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ അക്ഷരങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക, ചിഹ്നങ്ങൾ പഠിക്കുക, എന്നിട്ട് വായന ലളിതമാക്കുക. എങ്കിൽ നിങ്ങൾക്ക് ഹിന്ദി വളരെയധികം ലളിതമായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളിതില് ഗ, ഗു, ദ്, ഗുദ് സേ പ്യാർ, പാ പകുതി യാ ര, പ്യാർ, ഗുദ് സേ പ്യാർ. ഖുദ് സേ പ്യാർ എന്ന് പറഞ്ഞാല് സ്വയം സ്നേഹിക്കുക. ഖുദ് സേ പ്യാർ എന്താണ്? സ്വയം സ്നേഹിക്കുക. നമ്മളെ തന്നെ സ്നേഹിക്കുക. നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മളോട് തന്നെ ആയിരിക്കും, അല്ലേ? നമ്മളെ തന്നെ സ്നേഹിക്കുക എന്നാണ് ഈ കവിതയിൽ കവി പറഞ്ഞത്. सूरज अपनी आग से इतना प्यार करे कि वह दे सके आग दुनिया को भी. സൂരജ് അപ്പനി ആഗ് സേ, സൂര്യൻ സ്വന്തം അഗ്നിയെ, അതായത് സൂര്യന്റെ ആ ചൂടിനെ, അഗ്നിയെ, ഇത്തനാ പ്യാർ കരേ, വളരെയധികം, ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. വഹ് ദേ സകേ ആഗ് ദുനിയാ കോബി, അവന് എന്ത് ചെയ്യാൻ കഴിയുന്നു? ഈ സൂര്യന് ദേ സകേ, നൽകാൻ സാധിക്കുന്നു. ആഗ് ദുനിയാ കോബി, അഗ്നി ദുനിയാവിന് കൂടി നൽകാൻ വേണ്ടി സാധിക്കുന്നു. അതായത് ലോകത്തിനും അഗ്നി നൽകാൻ സൂര്യൻ തൻ്റെ അഗ്നിയെ വളരെയധികം സ്നേഹിക്കുന്നു. അഗ്നിയെ വളരെയധികം സ്നേഹിക്കുന്നത് കൊണ്ടാണ് സൂര്യൻ ലോകത്തിന് വേണ്ടി ആ അഗ്നി നൽകുന്നത്. സൂര്യൻ എന്താ ചെയ്യുന്നത്? സൂര്യന്റെ അഗ്നിയെ വളരെയധികം സ്നേഹിക്കുന്നു. അഗ്നിയെ എന്ത് ചെയ്യുന്നുണ്ട്? വളരെയധികം സ്നേഹിക്കുന്നത് കൊണ്ട് അത് ലോകത്തിന് വേണ്ടി കൂടി നൽകാൻ തയ്യാറാകുന്നു. അടുത്ത നോക്കാം. ദരഖ്ത് അപ്പനി ഫൂലോം സേ ഇത്തനാ പ്യാർ കരേ കി വഹ് ദേ സകേ ഫൂൽ ദുനിയാ കോ ഭി. ദരഖ്ത് എന്ന് പറഞ്ഞാല് വൃക്ഷം. എന്താണ്? വൃക്ഷം, ഒരു മരം. അപ്പനെ ഫൂലോം സേ, അതിൻ്റെ സ്വന്തം പൂക്കൾ, ആ മരത്തിൽ ഉണ്ടാകുന്ന പൂക്കൾ. ഇത്തനാ പ്യാർ കരെ, അതിനെ വളരെയധികം സ്നേഹിക്കുന്നു. അതിൻ്റെ മരത്തിൽ ഉണ്ടാകുന്ന പൂക്കളെ അത് വളരെയധികം സ്നേഹിക്കുന്നു. വഹ് ദേ സകേ ഫൂൽ ദുനിയാ കോബി, എന്നിട്ട് വളരെയധികം സ്നേഹിക്കുന്ന കാരണത്താൽ അത് ലോകത്തിനും പൂക്കൾ നൽകാൻ സാധിക്കുന്നു. അതിന് ലോകത്തിന് വേണ്ടിയും പൂക്കൾ നൽകാൻ, ദുനിയ എന്ന് പറഞ്ഞാൽ ലോകത്തിന് വേണ്ടി കൂടി, ദുനിയാ കോബി, ലോകത്തിന് വേണ്ടി കൂടി പൂക്കളെ നൽകാൻ അതിന് സാധിക്കുന്നു. ഒരു വൃക്ഷത്തില് പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ വൃക്ഷമാണ് ആ പൂക്കളെ എടുക്കുന്നത്? അല്ല, അതെല്ലാവരും എടുക്കും, അല്ലേ? അപ്പൊ അതെല്ലാവർക്കും ആര് തരുന്നു? വൃക്ഷം ആ പൂക്കളെ എല്ലാവർക്കും തരുന്നു. എന്താണ് കാരണം? ആ വൃക്ഷത്തിന് ആ പൂക്കളോട് വളരെയധികം സ്നേഹമാണ്. ആ വൃക്ഷം പൂക്കളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ മറ്റുള്ളവർക്കും അതിനോട് സ്നേഹം ഉണ്ടായിരിക്കും, അല്ലേ? അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? എല്ലാവർക്കും ആ വൃക്ഷം പൂക്കളെ
നൽകുന്നു. അതെല്ലാ ദുനിയാവിന് വേണ്ടിയിട്ട്, ലോകത്തിന് വേണ്ടി പൂക്കളെ നൽകുന്നു. ബാദൽ അപ്പനെ ജൽ സേ ഇത്തനാ പ്യാർ കരേക്ക്. ബാദൽ മേഘം തൻ്റെ ജലത്തിനെ, മേഘത്തിൽ നിന്നുണ്ടാകുന്ന ജലം, മഴയായിട്ട് പെയ്യുന്ന വെള്ളം, ആ വെള്ളത്തിനെ എന്ത് ചെയ്യുന്നു? ഇത്തനാ പ്യാർ കരേ, മേഘത്തിലുള്ള വെള്ളമാണല്ലോ മഴയായിട്ട് പെയ്യുന്നത്. അപ്പോൾ ആ വെള്ളത്തിനെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് മേഘം. വഹ്ദേ സഗേ ജൽ ദുനിയാക്കോബി. അതുകൊണ്ടാണ് അതെന്ത് ചെയ്യുന്നത്? ആ ജലം ലോകത്തിന് വേണ്ടി കൂടി നൽകുന്നത്. ലോകത്തിന് വേണ്ടി ജലം നൽകുന്നത് ബാദൽ ജലത്തെ വളരെയധികം സ്നേഹിക്കുന്നത് കൊണ്ടാണ്. मैं खुद से इतना प्यार करूं कि दे सकूं प्यार दुनिया को भी. मैं खुद से इतना प्यार करूं कि ഞാൻ खुद से സ്വയം ഇത്തനാ പ്യാർ കരുമെങ്കിൽ ഇത്രമാത്രം സ്നേഹിക്കും. അതായത് ഞാൻ എന്നെ തന്നെ വളരെയധികം സ്നേഹിക്കും. എനിക്ക് എന്നോട് തന്നെ വളരെയധികം സ്നേഹമാണ്. ഞാൻ എന്നെ തന്നെ വളരെയധികം സ്നേഹിക്കും. ഞാൻ എന്നെ തന്നെ വളരെയധികം സ്നേഹിക്കുന്നു. എന്തിനാണ്? എനിക്ക് ലോകത്തിന് സ്നേഹം നൽകാൻ വേണ്ടിയിട്ട്. ലോകത്തിനല്ല സ്നേഹം നൽകാൻ കഴിയും എനിക്ക്. എന്തുകൊണ്ട്? ഞാൻ എന്നെ തന്നെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. ഞാൻ എന്നെ തന്നെ വളരെയധികം സ്നേഹിക്കും, എന്നിട്ട് ഞാൻ ലോകത്തിന് സ്നേഹം നൽകും. അതായത് എന്താണ് കവി പറയുന്നത്? സ്വന്തമായിട്ട് സ്നേഹം, അവനവനോട് തന്നെ സ്നേഹം ഉണ്ടാവുക. അപ്പോഴാണ് നമുക്ക് മറ്റുള്ളവരോടും സ്നേഹം തോന്നുകയുള്ളൂ, മറ്റുള്ളവർക്കും ആ സ്നേഹം നൽകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് കവി പറഞ്ഞത്. വളരെയധികം, ഞാൻ എന്നെ തന്നെ വളരെയധികം സ്നേഹിക്കുന്നു. എനിക്ക് ലോകത്തിന് സ്നേഹം നൽകാൻ കഴിയും. മനസ്സിലായില്ലേ? ഇവിടെ ഓരോ കാര്യങ്ങളും, സൂര്യൻ അതിൻ്റെ അഗ്നിയെ സ്നേഹിക്കുന്നു, വൃക്ഷങ്ങൾ അതിൻ്റെ പൂക്കളെ സ്നേഹിക്കുന്നു, മേഘം അതിലെ ജലത്തിനെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു. എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലോകത്തിന് വേണ്ടി നൽകുന്നു. അതായത് ആദ്യം സൂര്യൻ അഗ്നി നൽകുന്നു, മരങ്ങൾ പൂക്കൾ നൽകുന്നു, മേഘം വെള്ളം നൽകുന്നു, ഞാൻ സ്നേഹം നൽകുന്നു. മനസ്സിലായില്ലേ? ഒന്നുകൂടെ വായിക്കേ കവിത, ശ്രദ്ധിച്ചു കേൾക്കണേ. ഗുദ് സേ പ്യാർ. सूरज अपनी आग से इतना प्यार करे कि वह दे सके आग दुनिया को भी. दरख्त अपने फूलों से इतना प्यार करे कि वह दे सके फूल दुनिया को भी. बादल अपने जल से इतना प्यार करे कि वह दे सके जल दुनिया को भी. मैं खुद से इतना प्यार करूं कि दे सकूं प्यार दुनिया को भी. അത്രയാണ് ഈ കവിത ഉള്ളത്. നന്നായിട്ട് വായിച്ച് പഠിക്കുക. ഖുദ് സേ പ്യാർ ശോഭനാഥ് യാദവ് എഴുതിയിട്ടുള്ളതാണ്. സൂര്യൻ എന്താണ് എല്ലാവർക്കും? ദുനിയാ കോ ഭി ദേ സകേ. സൂരജ് दुनिया को क्या दे सकते हैं? सूरज को दुनिया के लिए क्या दे सकते हैं? ആഗ് അല്ലേ? എന്താണ് ആഗ്? സൂര്യന് ലോകത്തിന് വേണ്ടി നൽകാൻ സാധിക്കുന്നത് എന്താണ്? ആഗ്, അഗ്നി, ചൂട്, വെളിച്ചം അല്ലേ? ഇത് സൂര്യന് ലോകത്തിന് വേണ്ടി നൽകാൻ സാധിക്കും. ഇനി വൃക്ഷത്തിന് എന്താണ് ലോകത്തിന് വേണ്ടി നൽകാൻ സാധിക്കുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് പൂവാണ് അല്ലേ? വൃക്ഷത്തിന് പൂവും കായും എല്ലാം നൽകാൻ സാധിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് പൂവാണ്. വൃക്ഷത്തിന് എന്താണ് ലോകത്തിന് വേണ്ടി നൽകാൻ കഴിഞ്ഞത്? പൂവ്. ഇനി ബാദൽ അപ്പനെ ജൽ സേ ഇത്തനാ പ്യാർ കരേ കി വഹ് ദേ സകേ ജൽ ദുനിയാ കോ ഭി. ബാദൽ, ബാദൽ എന്താണ് ലോകത്തിന് വേണ്ടി നൽകുന്നത്? ജൽ, ബാദൽ ജൽ. मैं खुद से इतना प्यार करूं कि दे सकूं प्यार दुनिया को भी. मैं എന്താണ് നൽകുന്നു പറഞ്ഞത്? ഞാൻ എന്ത് നൽകും എന്താണ് പറഞ്ഞത്? പ്യാർ, ദുനിയാക്കോ പ്യാർ, ദുനിയാവിന് വേണ്ടി എന്ത് നൽകും? ദുനിയാക്കോ പ്യാർ. അമ്മേം ഞാൻ, പ്യാർ അതായത് നമ്മൾ, നിങ്ങൾ എന്താണ് നൽകുന്നത്? പ്യാർ. ബാദൽ ജൽ, ബാദൽ എന്താണ്? ജൽ. ദരഖ്ത് എന്താണ്? ദരഖ്ത് എന്താണ് നൽകുന്നത്? ഫൂൽ. സൂരജ്
ആഗ്. മനസ്സിലായില്ലേ? ഇത് നന്നായിട്ട് വായിച്ച് പഠിക്കുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ട് പറയാനുണ്ടെങ്കിലോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ സംശയം ഉണ്ടെങ്കിലോ ഒക്കെ, അതായത് ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള ആവശ്യങ്ങൾ സംശയങ്ങൾ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.